അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 14 ശനിയാഴ്ച. ഗുരുതര ആരോപണങ്ങളുള്ള ലൈംഗിക അതിക്രമ കേസുകൾ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഇര അതിജീവിച്ചാലും കേസ് റദ്ദാക്കാനാവില്ലെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. മകളുടെ പരാതിയിൽ പിതാവിനെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. ആരോപണം ഗുരുതരമായതിനാൽ വിചാരണ നേരിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ദുരന്തമുഖത്തെ എയർലിഫ്റ്റിംഗ് രക്ഷാദൗത്യത്തിന് ചെലവായ തുക ഒഴിവാക്കി തരണമെന്ന് കേരളം കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടും. തുക അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് കേന്ദ്രം കത്ത് നൽകിയ നടപടി കേരളത്തോടുള്ള കടുത്ത വിവേചനമാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. കേന്ദ്ര നടപടിയെ രാഷ്ട്രീയമായി നേരിടാനാണ് സർക്കാർ തീരുമാനം. കേന്ദ്രത്തിൻ്റേത് മര്യാദകേടാണെന്നും തുക ഒഴിവാക്കി നൽകാൻ ആവശ്യപ്പെടുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സഹായം വൈകുമ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതിനടക്കം പണം ആവശ്യപ്പെട്ട പ്രതിരോധ മന്ത്രാലയത്തിന്റെ നടപടിയിൽ ഉൾപ്പെടെ പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുള്ള MP-മാർ പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി. വയനാടിന് നീതി ലഭ്യമാക്കുക, പ്രത്യേക പാക്കേജ് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ MP-മാർ ധർണ നടത്തിയത്. കേന്ദ്ര സമീപനം നിരാശാജനകമാണെന്നും രക്ഷാദൗത്യത്തിന് പണം ചോദിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും വയനാട് MP പ്രിയങ്ക ഗാന്ധി. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ സമീപനം അവസാനിപ്പിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. കേരളം ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് UDF LDF MP-മാർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചത്. ശബരിമലയിൽ തുടർച്ചയായ 3-ാം ദിവസവും 75,000 പിന്നിട്ട് തീർത്ഥാടകരുടെ എണ്ണം. കനത്ത മഴയെ അവഗണിച്ചും 10,000-കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് പ്രവഹിക്കുന്നത്. വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസമായ ഇന്നലെ 78,483 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. പാലക്കാട് പനയമ്പാടത്ത് ഇന്ന് സംയുക്ത സുരക്ഷാ പരിശോധന. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, നാഷണൽ ഹൈവേ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പനയമ്പാടത്ത് റോഡ് നിർമ്മാണത്തിൽ വലിയ പാകപ്പിഴകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന IIT റിപ്പോർട്ട് പുറത്ത്. അപകടം നടന്ന റോഡിൽ സ്റ്റോപ്പ് സൈറ്റ് ഡിസ്റ്റൻസ് വളരെ കുറവാണെന്നും ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസും കുറവാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റോഡിൽ വണ്ടികൾ തെന്നിമാറുന്നത് ഒഴിവാക്കാൻ പാകത്തിന് സ്കിഡ് റെസിസ്റ്റൻസ് ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. KSRTCയിൽ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പെരുമ്പാവൂരിൽ KSRTCയുടെ യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് KSRTCയിൽ ബ്രാൻഡിംഗ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. +1 കണക്കിന്റെയും SSLC ഇംഗ്ലീഷിന്റെയും ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇപ്പോഴുണ്ടായത് ഗൗരവമുള്ള ആരോപണമാണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മറച്ച് ലീഗ് മുഖപത്രം ചന്ദ്രികയുടെ പേപ്പർ. കോഴിക്കോട് എഡിഷനിലെ എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് ഉദ്ഘാടന പരസ്യത്തിലാണ് പിണറായിയുടെ മുഖം മറച്ചത്. എന്നാൽ പത്രത്തിൽ അച്ചടിച്ച പരസ്യത്തിൽ ഇങ്ങനെ മുഖം മറച്ചിട്ടില്ല. മറ്റ് ജില്ലകളുടെ ഓൺലൈൻ എഡിഷനിലും മുഖം മറച്ചിട്ടില്ല. കോഴിക്കോട് ജില്ലയുടെ ഓൺലൈൻ എഡിഷനിൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മുഖം മറച്ച നിലയിൽ ഉള്ളത്. നിലമ്പൂർ MLA PV അൻവർ കോൺഗ്രസിൽ ചേരാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായി വിവരം. സംസ്ഥാനത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയോടെ ഡൽഹിയിൽ ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തി. LDF വിട്ട ശേഷം DMK, തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളിൽ ചേരാനുള്ള നീക്കങ്ങൾ നടത്തിയ അൻവർ ഏറ്റവും ഒടുവിലായി തന്റെ പഴയ പാർട്ടിയിലേക്ക് തിരിച്ചെത്താനുള്ള നീക്കമാണ് നടത്തിവരുന്നത്.
ഓരോ റോഡ് അപകടങ്ങളിലും നഷ്ടമാകുന്നത് പ്രിയപ്പെട്ടവരെയാണെന്നും അതിനെ വെറും കണക്കിലൊതുക്കാനാകില്ലെന്നും ഹൈക്കോടതി. അപകടങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ലെന്നും അത് സൃഷ്ടിക്കുന്നതാണെന്നും റോഡിലെ സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും കോടതി വ്യക്തമാക്കി. വാഹനങ്ങൾ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുകയും സഹജീവികളുടെ ജീവൻ സംരക്ഷിക്കുകയും വേണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. തുടർച്ചയായി നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാർക്ക് 5 ദിവസത്തെ പരിശീലനം നൽകുമെന്ന് ഗതാഗത കമ്മീഷണർ. MVDയുടെ പരിശീലന കേന്ദ്രങ്ങളായിരിക്കും പഠനം. തുടർച്ചയായി നിയമലംഘനം നടത്തുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ RTOമാർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. പാലക്കാട് KSRTCയുടെ പരിപാടിക്കിടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ മുൻ ജീവനക്കാരന്റെ ഒറ്റയാൾ പ്രതിഷേധം. പാലക്കാട്ടെ KSRTCയുടെ ശീതീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് സംഭവം. പ്രതിഷേധിച്ച ജീവനക്കാരനോട് വിരട്ടൽ ഇങ്ങോട്ട് വേണ്ടെന്ന് മന്ത്രി മറുപടി നൽകി. മലബാർ മേഖലയിലെ വ്യായാമ പരിശീലന കൂട്ടായ്മയ്ക്കെതിരെ CPMഉം സുന്നി സംഘടനകളും. MEC 7 പിന്നിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമെന്ന് CPM ആരോപിച്ചു. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമുണ്ടെന്നും ആരോപണം ഉയരുന്നു. സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെട്ടു. MEC 7 കൂട്ടായ്മ വിവാദത്തിൽ CPMന് മറുപടിയുമായി MEC 7 കൂട്ടായ്മയുടെ കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ TPM ഹാഷിർ അലി. MEC 7 കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെന്ന് കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ TPM ഹാഷിർ അലി പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് അയച്ച കത്തും മേയർ ബീന ഫിലിപ്പ് പങ്കെടുക്കുന്ന പരിപാടിയുടെ ഫോട്ടോകളും സംഘാടകർ പുറത്തുവിട്ടു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളികളുടെ മോചനത്തിനായി റഷ്യൻ എംബസിക്ക് നൽകിയ അപേക്ഷയിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. ഒരാഴ്ചയ്ക്കകം ഇവരെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എംബസിയിൽ വിവരങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ദില്ലി ഭദ്രാസനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. BJPയിൽ ചേർന്ന മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ CPM പോലീസിൽ പരാതി നൽകും. 4,80,000 രൂപ മധു തിരിച്ചടയ്ക്കാനുണ്ടെന്നും ലോക്കൽ സെക്രട്ടറിമാർ പിരിച്ചെടുത്ത് നൽകിയ പണമാണിതെന്നും അത് തിരിച്ചു കിട്ടിയേ മതിയാകൂ എന്നും CPM ആവശ്യപ്പെട്ടു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി V. ജോയി അറിയിച്ചു. തനിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് ആരോപിച്ച DYFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെ വെല്ലുവിളിയുമായി കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത്. തന്റെ തീവ്രവാദ ബന്ധം DYFI തെളിയിക്കണമെന്നാണ് DYSP ബാബു പെരിങ്ങേത്തിന്റെ വെല്ലുവിളി. വിശദീകരണം ലഭിച്ചില്ലെങ്കിൽ ഇതുവരെ വിശ്വസിച്ചിരുന്ന എല്ലാ തരത്തിലുള്ള പാർട്ടി കൂറും വിടാൻ കുടുംബം മാനസികമായി തയ്യാറെടുത്തെന്നും DYSP പ്രതികരിച്ചു. പൂരം കലക്കൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. സംഭവത്തിൽ BJPക്കും RSSനും അന്നത്തെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കും പങ്കുണ്ടെന്നും സുനിൽകുമാർ ആരോപിച്ചു. ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസിൽ റിമാൻഡിലായ തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഇടക്കാല ജാമ്യം നൽകിയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെയാണ് അല്ലുവിന്റെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങിയത്. അല്ലു അർജുനൊപ്പം അറസ്റ്റിലായ തിയേറ്റർ ഉടമകളും ജയിൽ മോചിതരായി. പുഷ്പ 2 എന്ന ചിത്രത്തിന്റെ റിലീസ് ദിവസം തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ തെലങ്കാന പോലീസ് നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പോലീസ് അവരുടെ ചുമതലയാണ് ചെയ്തതെന്ന് അദ്ദേഹം ആജ് തക് സംഘടിപ്പിച്ച പരിപാടിയിൽ പറഞ്ഞു. തിയേറ്റർ മാനേജ്മെന്റിനെയും പോലീസിനെയും അറിയിക്കാതെ അല്ലു അർജുൻ പ്രീമിയറിനായി തിയേറ്ററിലെത്തിയതാണ് തിക്കിലും തിരക്കിലും കലാശിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇന്ന് രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്വാനിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘം പരിശോധിച്ചു വരികയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. തമിഴ്നാട് PCC മുൻ അധ്യക്ഷൻ EVKS ഇളങ്കോവൻ അന്തരിച്ചു. മൻമോഹൻ സിംഗ് സർക്കാരിൽ ടെക്സ്റ്റൈൽസ് സഹമന്ത്രിയായിരുന്നു. ചെന്നൈയിൽ രാവിലെ 10:15 അന്ത്യം. ലോക്സഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി നൽകും. പ്രതിപക്ഷത്തു നിന്ന് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രിയങ്ക ഗാന്ധി ഭരണഘടനയും സംവരണവും സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ചിരുന്നു.
പട്ടാള നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക് യോലിനെ പാർലമെന്റ് ഇംപീച്ച് ചെയ്തു. 300 അംഗ പാർലമെന്റിൽ 204 അംഗങ്ങൾ ഇംപീച്ച്മെന്റിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഭരണകക്ഷി അംഗങ്ങളും പ്രസിഡന്റിനെതിരെ വോട്ട് ചെയ്തു. വനിതാ ക്രിക്കറ്റിൽ വയനാടിന്റെ താരത്തിളക്കം കൂട്ടി VJ ജോഷിത ഇന്ത്യൻ ടീമിൽ. മലേഷ്യയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് മത്സരത്തിനുള്ള അണ്ടർ-19 ഇന്ത്യൻ ടീമിൽ ഇടം നേടിയാണ് ജോഷിത താരമായത്. വനിതാ പ്രീമിയർ ലീഗ് മിനി താരലേലം നാളെ ബാംഗ്ലൂരുവിൽ നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ലേലം തുടങ്ങുക. സ്പോർട്സ് 18 നെറ്റ്വർക്കിലും ജിയോ സിനിമയിലും ലേലം തത്സമയം കാണാനാകും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.